30 ലക്ഷം രൂപ വില വരുന്ന ഒരു ആഡംബര കാർ ഇപ്പോൾ വെറും 10 ലക്ഷം രൂപയ്ക്ക് കിട്ടും. ഈ കാറിന് വളരെയേറെ പുതുമകളുണ്ട്. ഇതിന് പെട്രോൾ വേണ്ട. ഇത് കാറ്റുകൊണ്ടാണ് ഈ കാർ പ്രവർത്തനം. സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോൾ കാറിലടിക്കുന്ന കാറ്റിൽ നിന്നും ഇത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ഈ വൈദ്യുതി കൊണ്ട് ഈ കാർ ഓടുകയും ചെയ്യും. വളരെ നൂതനമായ ഒരു കണ്ടുപിടുത്തമാണ്. ഈ കാർ വിപണിയിൽ ഇറങ്ങിയിട്ടില്ല. ഇത് ഉടനെ ഇറങ്ങും. അപ്പോൾ ഇതിന് 30 ലക്ഷം രൂപ വില മതിക്കും. ഈ കാർ വെറും 10 ലക്ഷം രൂപയ്ക്ക് ആർക്കും സ്വന്തമാക്കാവുന്നതാണ്. ഈ ഓഫർ എങ്ങനെയുണ്ട്? നമ്മൾ മറ്റ് ചില ഓഫറുകളുടെ പുറകെ പോകാതെ ഇത്തരം കാര്യമായ ഓഫറുകളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കേണ്ടത്. പക്ഷെ ഇതിന് ഒരു നിബന്ധനയുണ്ട്. ഇതിന്റെ നിബന്ധന വളരെ നിസ്സാരമാണ്. ആദ്യം 5000 രൂപ അടച്ച് പേര് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ കാർ ലഭിക്കുകയുള്ളൂ. അതാണ് ഇതിന്റെ നിബന്ധന. അല്ലാതെ നമ്മൾ 10 ലക്ഷം രൂപയുമായി ഓടിച്ചെന്നാൽ ഈ കാർ കിട്ടുകയില്ല. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പുതിയ ഒരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ പതാലിൽ തമ്പി. ഞാൻ ഈ മുഖവരയായി പറഞ്ഞ കാര്യം നിങ്ങളിൽ പലരും വിശ്വസിച്ചു എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായി എന്ന് ഞാൻ കരുതുകയാണ്. 30 ലക്ഷം രൂപ വില മതിക്കുന്ന ഒരു കാർ 10 ലക്ഷം രൂപയ്ക്ക് എങ്ങനെ കിട്ടും? ഒരു കാർ നിർമ്മിക്കുന്നതിന് അതിന്റെ റോ മെറ്റീരിയൽ, അതിന്റെ നിർമ്മാണ ചിലവ്, അതിന്റെ കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും നികുതികൾ, അവർക്ക് കിട്ടേണ്ട ലാഭം, ഏജൻസികൾക്ക് കൊടുക്കേണ്ട കമ്മീഷൻ, ഇതിന്റെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇതിനെ എത്തിക്കുന്നതിന്റെ ചിലവ്, ഇതെല്ലാം കണക്ക് കൂട്ടിയാണ് കമ്പനികൾ ഒരു വസ്തുവിന് വിലയിടുന്നത്. ഈ വസ്തു പിന്നെ എങ്ങനെയാണ് 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കിട്ടുക? ഇതൊരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മലയാളിക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതിന് ഒരുപാട് വിദ്യാഭ്യാസം ഒന്നും വേണ്ട ഇത് ചിന്തിക്കുന്നതിന്. നാം മലയാളികൾ പ്രബുദ്ധരാണെന്നും വലിയ ബുദ്ധിശാലികളാണെന്നും വിദ്യാഭ്യാസമുള്ളവരാണെന്നും ഞങ്ങളെ കഴിഞ്ഞ് ആരുമില്ലെന്നും നമ്മൾ വിശ്വസിക്കുമ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന തട്ടിപ്പുകൾക്ക് മുഴുവൻ നമ്മൾ പാത്രീഭവിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമുക്ക് വിവരശൂന്യത ഉള്ളത് കൊണ്ടാണ്. വിവരക്കുറവ് കൊണ്ടാണ് ഒരു സാധനത്തിന്റെ 100 രൂപ വിലയുള്ള ഒരു സാധനം 20 രൂപയ്ക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ വണ്ടി എടുത്തുകൊണ്ടും ബസ് കയറിയും നാം അവിടെ ചെല്ലുന്നത്. അങ്ങനെ ആ സാധനം വിൽക്കാൻ പറ്റുകയില്ല എന്ന് ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാക്കിയെടുക്കണം. നാഷണലൈസ്ഡ് ബാങ്കുകൾ നമുക്ക് 7.5%, 8% നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റിന് പലിശ തരുമ്പോൾ, അതല്ല ഞങ്ങൾ 18 തരാം, 20 തരാം, 25 തരാമെന്നും പറഞ്ഞ് നിങ്ങളെ പ്രലോഭിപ്പിക്കുമ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിൽ കിടന്ന പണം നിങ്ങൾ അവിടെ നിന്നും എടുത്ത് മറ്റേ സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് കുറെ ദിവസം കഴിയുമ്പോൾ തട്ടിപ്പിനിരയായി എന്നും പറഞ്ഞ് കരയുന്ന ചതഞ്ഞ മലയാളികളാണ് നമ്മൾ. നമുക്ക് ഇനിയും വിവരവും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമുക്ക് കുറച്ചുകൂടി തിരിച്ചറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള തട്ടിപ്പ് പരസ്യങ്ങൾ, ഇങ്ങനെയുള്ള തട്ടിപ്പ് കാര്യങ്ങൾ പറയുമ്പോൾ ദയവ് ചെയ്ത് നമ്മുടെ സ്വന്തം നാട്ടിൽ ഏതെങ്കിലും ബുദ്ധിയുള്ള ഒരാളെങ്കിലും കാണും. ആ ആളിനോടൊന്ന് ചോദിക്കണം. ഇതുപോലെ 10 ലക്ഷം രൂപയ്ക്ക് 30 ലക്ഷം രൂപയുടെ കാർ കിട്ടുമെന്നൊരു പരസ്യം ഞാൻ കണ്ടു. അതിൽ 5000 രൂപ ആദ്യം അടയ്ക്കണമെന്നും പറഞ്ഞു. ഞാൻ അത് ചെയ്യട്ടെ, അത് വാസ്തവമാണോ, അത് നേരാണോ എന്ന് ചോദിക്കുമ്പോൾ വിവരമുള്ള ഒരാൾ പറഞ്ഞു തരും, നിങ്ങളുടെ പണം വെറുതെ കളയരുതെന്ന്. ദയവായി ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക, എത്തിക്കുക. കുറച്ചുകൂടി വിവേകപരമായി നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ഒരു തട്ടിപ്പിനകത്തും വീഴുകയില്ല. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ നമസ്കാരം.